തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ആശങ്കയുയർത്തുകയാണ് കുറുവാക്കള്ളന്മാർ. പലയിടങ്ങളിലും നാട്ടുകാരുടെ സ്വൈരജീവിതം കെടുത്തുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ ഇടങ്ങളിലേക്ക് ആശങ്കപ്പെടുത്തുകയും ചെയ്യുകയാണ് കുറുവാക്കള്ളന്മാർ. ഇന്നലെ വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നമ്മൾ കൊച്ചിയിൽ കണ്ടതാണ്. കുണ്ടന്നൂരിൽ മോഷ്ടാക്കളെ പോലീസിന്റെ വലിയ ഒരു ഓപ്പറേഷനിലൂടെ രാത്രി വൈകിട്ട് പിടികൂടി. പക്ഷേ കുണ്ടന്നൂരിൽ പിടിയിലായ മോഷ്ടാക്കളിൽ 3 അംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കാരണം ആലപ്പുഴയിൽ തന്നെ കണ്ട ആ കുറുവാ സംഘം തന്നെയാണോ കൊച്ചിയിലും എത്തിയത് എന്നതാണ് ചോദ്യം. കുണ്ടന്നൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവം പിടിയിലായത്. സന്തോഷിനെ രക്ഷപ്പെടുത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘവും പിടിയിലായിട്ടുണ്ട്. സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. ശരീരത്തിലെ ടാറ്റു പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാൽ പുന്നപ്പുറയിലെത്തിയത് ഇവരല്ലെന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ തൂക്കുകുളത്തും പുന്നപ്പുറയിലും എത്തിയത് സന്തോഷ് സെൽവമല്ല, മധ്യവയസ്കരായ മോഷ്ടാക്കളാണ് പുന്നപ്പുറയിലും തൂത്തുകുളത്തും എത്തിയത്. അതായത് എറണാകുളത്തും ആലപ്പുഴയിലും എത്തിയത് 2 സംഘമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ വന്നത് കുറുവാ സംഘം തന്നെയാണെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എറണാകുളത്തെ ഈ നീക്കത്തിന് പിന്നിൽ ആര് എന്നതാണ്. എന്തായാലും സംഘടിത നീക്കമാണ് ഈ മോഷ്ടാക്കൾ നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലത്തെ പോലീസിന്റെ ആ മിഷൻ വളരെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് കുണ്ടന്നൂരെ ചതുപ്പു മേഖലകളിൽ പോലീസ് സംഘം വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ ഒടുവിലാണ് ഇവരെ പിടികൂടിയത്. ഡാനി, ഈ പ്രതികളെ ചോദ്യം ചെയ്യൽ നടപടികൾ എവിടം വരെ പുരോഗമിക്കുന്നു? ഒപ്പം ആ സ്ഥലത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഒപ്പം ആ മേഖലയിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ എങ്ങനെയാണ് ഡാനി? സജിത, ഞാനുള്ളത് ഈ കുണ്ടന്നൂരിലെ ദേശീയപാതയ്ക്ക് അതിൻ്റെ കീഴെയുള്ള ആ പാലത്തിന് കീഴെയുള്ള പ്രദേശത്താണ്. ഈ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ സ്ഥലത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കുണ്ടന്നൂർ മേഖല കേന്ദ്രീകരിച്ച നിരവധിയായ ഹോട്ടൽ സംരംഭങ്ങൾ, അങ്ങനെയുള്ള ഒരു വലിയ നല്ല അതിവേഗം പുരോഗമിക്കുന്ന ഒരിടമാണ്. അതിന് തൊട്ട് താഴെയാണ്, ഈ പാലത്തിന് തൊട്ട് താഴെയാണ്, ദേശീയപാതയ്ക്ക് തൊട്ട് താഴെയുള്ള ഈ ഒരു പ്രദേശം, കാട് പിടിച്ച ഈ ഒരു പ്രദേശം. അത് ഇപ്പുറത്ത് കായലിനോട് ചേർന്ന് ഉള്ള ഒരു കായലിൽ ചേർന്ന് വരുന്നൊരു സാമീപ്യം. ഇതെല്ലാം വളരെ പെട്ടെന്ന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഇടങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്ത് ഉള്ളത്, കാരണം ഇത്തരം ഈ കായലിനോട് ചേർന്ന് ഉപജീവനം നടത്തുന്നത്, ഇവിടെ മൈസൂരിൽ നിന്ന് എത്തുന്ന കുട്ടവഞ്ചി ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുകയും ഇവിടെ കൊച്ചിയുടെ നിരത്തിൽ അത് വിൽപ്പന നടത്തി കഴിഞ്ഞു പോകുന്ന ആളുകളുമാണ്. അവർ തികച്ചും സാധാരണക്കാരാണ്. ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചിയുടെ വിവിധ മേഖലകളിൽ അവരുണ്ട്. വെമ്പനാട് കായലിൻ്റെ പ്രദേശത്തോട് ഉയർന്ന ഗോശ്രീ പാലത്തിൻ്റെ കീഴിൽ ചേർന്ന് ഇവരെക്കുറിച്ച് കൃത്യമായൊരു ഡാറ്റാ ബാങ്ക് പോലീസിനുണ്ട്. വളരെ കൃത്യമായൊരു ഡാറ്റാ ബാങ്കുണ്ട്. പോലീസിന് അവരെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുന്നു. തങ്ങളുടെ സംഘങ്ങളിലുള്ളവർ ഇത്ര പേരുണ്ട്, തങ്ങളിവിടെയാണെന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കിടയിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഇന്നലെ പിടിയിലായ സന്തോഷ് സെൽവം അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. അവരൊരു 6 പേരാണ്, സ്ത്രീകളും അടക്കമുള്ള ഒരു 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ ഇവിടേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി മരട് അപ്പുറത്ത് ആ ഭാഗത്ത് അവർ താമസിച്ചു പോരുകയായിരുന്നാണ് ഇവർ പറയുന്നത്. ഇതിനുശേഷമാണ് അവിടെയും ഈ മദ്യപിച്ച ബഹളമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് താമസം മാറുന്നത്. ഇവിടെ ഈ പാലത്തിന് കീഴിലുള്ള പ്രദേശത്ത് ഇവർക്ക് തൊട്ടപ്പുറത്ത് അവിടെ ഒരു ചെറിയ ചായ്പ് അവിടെ ഉണ്ടാക്കി അവിടെയാണ് അവർ താമസിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ ഇവരുമായിട്ട്, ഈ പരിസരത്തുള്ളവരുമായിട്ട്, തൊട്ടിപ്പുറത്ത് താമസിക്കുന്നവരുമായിട്ട് ബഹളവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അവരോട് ഇവർ മാറണമെന്നൊക്കെ എല്ലാം ആവശ്യപ്പെടുമ്പോൾ ഈ സന്തോഷം അടക്കമുള്ളവർ ഇവരോട് ദേഷ്യപ്പെടുകയും വഴക്കിന് വരികയും ഇത് നിങ്ങളുടെ സ്വന്തമല്ലല്ലോ എന്നെല്ലാം തന്നെ ചോദിച്ച് ബഹളമുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്യും. അങ്ങനെ ഇവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഇവർ കഴിഞ്ഞു വന്നിരുന്നത്. സജിത്ത, ഈ കാണുന്ന ദൃശ്യങ്ങളിലെ ഈ ചായ്പിൽ നിന്നാണ് ഇന്നലെ പോലീസ് ഇവിടെ എത്തുകയും ഈ പരിസരം തന്നെ വളയുകയും ചെയ്തിരുന്നു. ഈ പരിസരത്ത് ഇപ്പുറത്ത് ഈ കാട് പിടിച്ച ഈ പ്രദേശമാണ്. ഇതിനപ്പുറത്ത് റോഡിലേക്ക് കയറി പോകാനെല്ലാം സൗകര്യമുണ്ട്. പക്ഷെ ഇതെല്ലാം കാട് മൂടിയ ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. വളരെ അന്വേഷണത്തിനെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് ഇവിടുന്ന് പോലീസിനെ കബളിപ്പിച്ച് പോകാൻ കഴിയും. അതുമാത്രമല്ല, ഈ ചായ്പിനകത്ത് ഇതിനോട് ചേർന്ന് ഇതിനകത്ത് ഒരു കല്ല് മാറ്റി അതിനുശേഷം
ഇവിടെ ഒരു ചെറിയൊരു കുഴി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തിരുന്നു. അതിനകത്തായിരുന്നു ഇയാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ രീതിയിലേക്ക് അവിടെ ഒരു കുഴി എടുത്തിരുന്നുവെന്ന്. അതിനുശേഷം ഇത് ടർപ്പോളിൻ കൊണ്ട് അടക്കം മൂടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുഴിയെടുത്ത് അതിനകത്തിരിക്കുകയും പാതിയോളം അതിൽ മറഞ്ഞിരിക്കാം, പിന്നീട് ടർപ്പോളിൻ കൊണ്ട് മൂടുകയും, അങ്ങനെ പോലീസ് പലപ്പോഴും പരിശോധനയ്ക്ക് വരുമ്പോഴെല്ലാം ഈ രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനം ഇവർ ഇതിനകത്ത് ഈ ചെറിയ ഇതിനകത്ത് തന്നെ ഒരുക്കി വെക്കുകയും ചെയ്തിരുന്നു. അപ്പുറത്തേക്കുള്ള ചതുപ്പിലേക്കാണ് പോലീസ് എത്തുമ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷെ പോലീസിന്റെ കൈകളിൽ ഇയാൾ പെട്ടു. പോലീസ് വിലങ്ങണിയിച്ചു. പക്ഷെ അവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ നിന്ന് തൊട്ടടുത്ത ചതുപ്പിലേക്ക് അടക്കം നീങ്ങി രക്ഷപ്പെട്ടു. പിന്നീട് ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ സന്തോഷിനെ അവർക്ക് പിടികൂടാനെല്ലാം കഴിയുകയും ചെയ്തത്. അത് തടുക്കാൻ ശ്രമിച്ച സ്ത്രീകളടക്കമുള്ളവരെ മരട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരോട് പോലീസ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് മാറണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസ് ഇവർക്കടക്കം നൽകിയിട്ടുണ്ട്. കാരണം ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി തന്നെ മാറുന്നു ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട്. അതുകൊണ്ട് ഇവരോട് ഇവിടെ നിന്ന് മാറണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മീൻപിടുത്തക്കാർ അവർക്ക് അവിടെ തുടരാൻ, മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധമല്ലാതെ ഇവിടെ താമസിക്കുന്നു, മീൻപിടുത്ത കുട്ടവഞ്ചിയും അല്ലാതെ മറ്റാരെങ്കിലുമായി ബന്ധപ്പെട്ട ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നീങ്ങണമെന്നുള്ള നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ചേച്ചി, ഇവരെ പരിചയമുണ്ടോ? എങ്ങനെ ഇവര് നമ്മള് അപ്പുറത്ത് വലിയ പാടത്തിലെ ഇവര് കുറച്ചു കാലം ഉണ്ടായത് ഇവിടെ. അവിടെ നിന്ന് ഇരിക്കുമ്പോ അവിടുത്തെ നാട്ടുകാരെല്ലാം അവരൊന്ന് പായിച്ചിട്ട് അപ്പൊ ഇവര് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആരും ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് ഞങ്ങൾ മാത്രം നിൽക്കുന്ന, ഞങ്ങൾ കുറെ ദിവസമായിട്ട് നിൽക്കുന്നല്ല ഞാൻ പറഞ്ഞു. പിടിച്ചോട്ടെ. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങളെ പാലമാണോ, നിങ്ങൾ കെട്ടിവെച്ച പാലമാണോ, ഇല്ല ഈ സർക്കാർ നിങ്ങൾക്ക് എന്താ ബന്ധമാണോ, ഇവിടുത്തെ മന്ത്രിമാർ നിങ്ങൾക്ക് ബന്ധമാണോ, ഇവിടെ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ എവിടെ നിൽക്കാന്ന് പറഞ്ഞു. ആ ഷെഡ് കെട്ടിയ സ്ഥലം ഞാൻ വൃത്തിയാക്കി ഒരു ഷെഡ് കെട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ പോയിട്ട് വരുന്ന മുമ്പ് വന്ന് നോക്കുമ്പോൾ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ വലിയ എൻ്റെ ഷെഡെല്ലാം പൊളിച്ചിട്ട് അവർ ഷെഡ് വെച്ച് കെട്ടുന്നു. ഞാൻ ഒന്നും കളമ്പിട്ടില്ല. ഞാൻ നേരെ വന്നിട്ട് ശരി നമുക്ക് മഴയല്ലേ, മഴക്കാലം അല്ലെങ്കിൽ വേണ്ടെന്നിട്ട് ഞാൻ ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ നിന്നതാ. അവിടെ നിന്നപ്പോൾ അവര് ദിവസം ഞങ്ങളെ കൂടെ വളക്കിന് വരും. രാത്രിയായ ഇവിടെ ശല്യമാണ്. ഇവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയണ്ട, ഇവര് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യം കൊണ്ടുവരുന്നുണ്ടായി. ഞങ്ങൾ എത്തി പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കൂ ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ നമുക്ക് ഏത് പോലീസാ ഏത് അങ്ങനെയാ ഏത് മറ്റേ പറഞ്ഞല്ല ഒരു ദിവസം ഒരു ഭയങ്കര ബഹള എന്ത് പറയാണ്. കുറുക്കേണ്ട ഒരു ഒച്ച കൂടി ഇങ്ങനത്തെ കേൾക്കത്തില്ല. അങ്ങനത്തെ ബഹളമായ ഒരു ശല്യം എന്ന് പറഞ്ഞ അങ്ങനത്തെ ശല്യം. പോലീസ് വരുമ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ഇങ്ങനെ. പോലീസ് ഇവിടെ അല്ല, അതിന്റെ മുമ്പ് 2-3 പ്രാവശ്യം പോലീസുകാരല്ലേ വരുമ്പോ ഇവർ മാറിയിട്ടുണ്ടാവും നമുക്കറിയത്തില്ല. പക്ഷെ അവർ വരും, ഇതുവരെ വരും. ഇത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, ഇതുവരെ സാറന്മാർ വരും ഞങ്ങളോട് ചോദിക്കും. പുതിയ ആൾക്കാർ വരുന്നിട്ടുണ്ട്. എന്നോട് ഒരു പ്രാവശ്യം ഞാൻ ആശുപത്രി പോകാൻ തുടങ്ങുമ്പോൾ എന്നോട് വരണ്ട് പോലീസുകാർ എന്നെ അവിടെ എത്തി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു, എന്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു, സാർ എൻ്റെ വയസ്സെല്ലാം പറഞ്ഞു. അപ്പോൾ സാറേ ഞാൻ ആശുപത്രി പോകുന്നു ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് അവർ തന്നെ പറഞ്ഞു അവിടെ ആരാ നിൽക്കുന്നു പാലത്തിൻ്റെ അടിയിൽ എന്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പകുതി തമിഴന്മാരാണ്, ഏത് നാട്ടുകാരൊന്നും എനിക്കറിയത്തില്ല, പകുതി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, പകുതി ഞങ്ങളെ മലയാളക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. സാറേ നമുക്കറിയില്ല, നിങ്ങൾ പോയിട്ട് അവിടെ കാണും, അവിടെ കുറേ ആൾക്കാർ ടെമ്പ് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, അത് നമുക്കറിയത്തില്ല. ഞാൻ ഇന്ന് ആശുപത്രി പോയിട്ട് ആശുപത്രി പോയിട്ട് ഇവിടെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ ഇവിടെ ഉണ്ട്. ഇന്നാ പിന്നെ എന്നോട് വളക്കിന് വരുന്നു. ഇവർ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെന്നോ പറഞ്ഞാലും ഇവർ നമ്മളോട് വളക്കിന് വരുന്നു. ഉറക്കമില്ല പറയണ്ട, ഇവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ട് ഉറക്കമില്ല, ഒന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇവരെ ഒച്ച ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് പോലീസ് ഇങ്ങനെ വരുമ്പോ ഒരാളെന്ന് പായുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു എന്തിനാ പായുന്നു പോലീസുമാരെ കണ്ടിട്ട് നിങ്ങളെന്തിനാ പായുന്നു. ഞാനും ഇങ്ങനെ കൈ വിരിച്ച് കാണിക്കുമ്പോൾ അയാൾ ഒറ്റ തട്ടിയിട്ടിട്ട് അങ്ങോട്ട് ഓടി. എന്നെ ഒരു തട്ട് കൈ തട്ടിയിട്ട് എന്നെ ഇങ്ങനെ തല്ലി വിട്ടിട്ട് അവർ ഒറ്റ പാച്ചല കാട്ടിന്റെ ഉള്ളിൽ ഓടി കുറേ നേരം ആകുമ്പോൾ സന്തോഷിന് ചോദിച്ചു, ഒരു സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു സന്തോഷിന് തന്നെ അധികം പേര് ബന്ധപ്പെടില്ല. ആ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ തുണിയെല്ലാം ഇങ്ങനെ വാരി ഇങ്ങനെ വെതിരി കൊട്ടിടുന്ന സാറുമാരെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആ മൂലയിൽ അവർ കിടന്നിട്ടുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരെ പൊക്കി, അങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് ചാടി, പിന്നെ വെള്ളത്തിൽ ചാടി. ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ കണ്ടു. അത്രയും നമുക്ക് ബന്ധം. സജിത്ത്, ഇന്നലെ നടന്ന സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. പോലീസ് ഇവിടെ വരികയും പരിശോധന നടത്തുകയും ഒടുവിൽ സന്തോഷ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസിന്റെ പരിശോധനകൾക്കടക്കം അവർ ദൃക്സാക്ഷിയാണ്. ഇന്നിപ്പോൾ ഏതായാലും പോലീസിന്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടവഞ്ചി ഉപയോഗിച്ച് ഇവിടെ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. അവരോട് ഇവിടെ തുടരാം. മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധമല്ലാതെ ഇവിടുത്തെ അമ്പടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഒരു പരിശോധനകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഒളിച്ചിരിക്കാനുള്ളൊരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നലെ പോലീസിന്റെ പരിശോധന വളരെ കൃത്യമായി നടന്നു, പിടികൂടുകയും ചെയ്തു. ഏതായാലും അവർ ഈ കുറുവാ സംഘം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകളടക്കം ഇനിയും നടത്തേണ്ടതുണ്ട്. ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പറവൂരിൽ എത്തിയ സംഘങ്ങൾ അത് എവിടെ നിന്ന് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ അവരും ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങളിലേക്ക് എത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്നലത്തെ നീക്കത്തോടുകൂടി കുറച്ചുകൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. എന്തായാലും കുറുവാ സംഘമാണോ എന്ന് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ മോഷ്ടാക്കൾ ജനങ്ങളെ ഭീതിയിലാക്കുകയാണ്, ഭീതി പരത്തുകയാണ് മോഷ്ടാക്കൾ. പ്രത്യേകിച്ച് കുണ്ടന്നൂർ അടക്കമുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് അവിടെ വലിയ തരത്തിലുള്ള രഹസ്യ ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ മോഷ്ടാക്കൾ അത് താവളമാക്കുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ നടന്നത് എന്ത്, പോലീസിന്റെ ഓപ്പറേഷൻ എന്താണ്, ഈ സന്തോഷിനെ പിടികൂടിയത് എങ്ങനെ എന്നതാണ് അതിന്റെ ദൃക്സാക്ഷിയാണ് അല്പസമയം മുമ്പ് ന്യൂസ് 18-ലൂടെ ഡാനി പോളിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇതാ കുണ്ടന്നൂരെ ആ ചതുപ്പ് മേഖലയിൽ ആ പുഴയുടെ ഇരു സൈഡുകളിലുമായി ആളുകൾ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ഡാനി സൂചിപ്പിക്കുന്നത് അവിടെ ഉള്ളവരെ കുറിച്ചുള്ള കൃത്യമായ ഡേറ്റാ ബാങ്ക് പോലീസിന്റെ കൈവശമുണ്ട്. പക്ഷേ നിരവധി ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്, നിരവധി സംഘങ്ങളുണ്ട്, സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നുള്ള സംഘങ്ങളുണ്ട്. അങ്ങനെ കൊച്ചിയും സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നഗരമേഖലകളിലൊക്കെ ഇങ്ങനെ വന്നു പോകുന്നു നിരവധി ആളുകൾ. പല സംശയങ്ങളും മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും കൊച്ചിയിലും ഈ മോഷ്ടാക്കളുടെ സംഘം, അത് കുറുവാ സംഘമാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ഭീതി പരത്തിപ്പോകുന്നത്. ഇന്നലെ ഈ ഒളിയിടത്തിൽ എന്താണ് സംഭവിച്ചത്, പോലീസിന്റെ ഓപ്പറേഷൻ എന്തായിരുന്നു, ആ സ്ഥലമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കുറുവാ സംഘത്തിന്റെ ഒളിയിടം തേടിയാണ് ന്യൂസ് 18 ക്യാമറയും ഒപ്പം പോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന ഇടങ്ങളാണ് ഇന്നലെ ഈ മേഖലകളിൽ പോലീസിനെ വെട്ടിച്ച് ആ മോഷ്ടാക്കൾ കടന്നത്. അവിടെയാണ് പിന്നെ പോലീസിന്റെ ആക്ഷൻ ഉണ്ടായത്. ഡാനി പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് കൊച്ചിയിലെ ആ പേടിപ്പിക്കുന്ന ഇന്നലെ രാത്രിയിലുണ്ടായ നീക്കങ്ങൾ നമ്മൾ കണ്ടത്. ഈ അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ഡേറ്റാ ബാങ്ക് ഉണ്ട്. പക്ഷെ നമുക്കറിയാം കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൃത്യമായ പരിശോധനയില്ല. ഇപ്പോൾ വൈറ്റില പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ തമ്പടിക്കുന്നത് മുമ്പും വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു പോകുന്നവരും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ടോ? സജിത, പോലീസിന് കുഴപ്പിക്കുന്ന ഒരു വിഷയങ്ങളുള്ളതാണ്. ഇതിൽ കൃത്യമായൊരു ഡാറ്റാ ബാങ്കിലേക്ക് പോലീസിന് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്നൊരു കാര്യമല്ല എന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഈ ഇവർ താമസിക്കുന്ന ഷെഡിന്റെ പിറകിലുള്ള ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ് ഇവിടേക്കൊക്കെ എല്ലാമാണ് ഇന്നലെ ഓടി രക്ഷപ്പെടുകയും എല്ലാം ഉണ്ടായത്. എന്തായാലും അത്തരം സജിത്തിന്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കൃത്യമായൊരു കണക്ക് പോലീസിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. കാരണം ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരിടമാണ് കൊച്ചി എന്ന് പറയുന്നത്. അതിൽ അക്കൗണ്ടബിൾ അല്ലാതെയുമുള്ള ആളുകളുണ്ട്. കൃത്യമായ പേരുവിവരങ്ങൾ ചിലർക്ക് അത് നൽകി സൂക്ഷിച്ചു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ദിനംപ്രതി എന്നോണം നിത്യേനയെന്നോണം ഇവരെല്ലാം തന്നെ ഇവിടെ എത്തുന്നു. പല ജോലികൾ, അത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൽ കൃത്യമായൊരു കാര്യങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെയും മറ്റ് ജോലികളിലേക്ക് സ്ഥിരമുള്ള, അതായത് പല ഹെൽപ്പർമാരായിട്ടും എല്ലാം തന്നെ പോകുന്നുണ്ട്. ആക്രിപെറുക്കി ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് ഇവിടെ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നുണ്ട്. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അതിനെല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും, എളുപ്പം സാധിക്കുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞു പോകാവുന്ന രീതിയിലേക്ക് കൊച്ചിയിൽ ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ ഒരു അന്തിയുറക്കം എന്നെല്ലാം പറയുന്നത് കടത്തിണ്ണകളും അതോടൊപ്പം തന്നെ ഈ വലിയ പാലങ്ങൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റിലയിലേക്കും അതോടൊപ്പം തന്നെ നമ്മൾ മെട്രോ തൂണുകളുടെ താഴേക്കും എല്ലാം തന്നെ നമ്മൾ ഒട്ടനവധി പേരെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. കടത്തിണ്ണകളിലല്ല ഇവരെല്ലാവരും തന്നെയും
പിറ്റേന്ന് പല രീതിയിലുള്ള ജോലി കാര്യങ്ങൾക്കെല്ലാം തന്നെയായിട്ട് പലരുമായിട്ട് തന്നെ തിരിഞ്ഞു പോകുന്നു. അവരിൽ ആരാണ് ക്രിമിനൽ, ആരൊക്കെ അല്ലാത്തവരുണ്ട്, ആരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട പണിയെടുത്ത് പോകുന്നുണ്ട്, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു രേഖകളോ വിവരങ്ങളോ ഒന്നും തന്നെ ആ പോലീസിനില്ല. അത് പോലീസിന്റെ വല്ലാത്ത രീതിയിലൊരു ആശയക്കുഴപ്പത്തിലേക്കും കാര്യങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കുറുവ സംഘത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിവരം, അല്ലെങ്കിൽ ഈ ആരെവിടെ നേരത്തെ സംസാരിച്ചതുപോലെ അവരെ സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിവരം പോലീസിനുണ്ട്. പക്ഷെ മറ്റിടങ്ങൾ ആരെല്ലാം വരുന്നു പോകുന്നു എന്നതിലേക്ക് പോലീസിന് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല എന്നതൊരു പരമാർത്ഥം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നതും വലിയ വില തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ സന്തോഷ് ശെൽവം അടങ്ങുന്ന ഒരു സംഘം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അവർ പറഞ്ഞതുപോലെ മരട് ഭാഗത്ത് അവർ നേരത്തെ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് അവിടെയുള്ളവർ സംഘടിച്ച് നിങ്ങൾ അവിടെയും വഴിയോരത്ത് ഉള്ള താമസത്തൊക്കെ തന്നെയായിരുന്നു, പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടേക്ക് വരികയും ഈ സ്ഥലത്തേക്ക് അവർ അതിക്രമിച്ച് ഇവരെ ഒരു സൗകര്യത നേടിക്കൊണ്ട് ഇവിടേക്ക് താമസിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇന്നലെ അവരെ തടസ്സപ്പെടുത്താൻ ചെന്ന സ്ത്രീകളടക്കമുള്ളവരും മരട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ച് കൂടുതലൊരു അന്വേഷണത്തിലേക്കടക്കം പോലീസ് പോകുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഇവരൊരു പ്രവർത്തികൾ എന്ന അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സ്ത്രീകൾക്കടക്കം നമുക്ക് ആലപ്പുഴയിലേക്ക് പോവാം. കാരണം